മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിദ്യ, ബുദ്ധി, വിവേകം എന്നിവയുടെ എല്ലാം കാരകനായ ബുധൻ മാർച്ച് 15-ാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും. അതായത് ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഏപ്രിൽ 7-ാം തീയതി വരെ ഏകദേശം 24 ദിവസത്തോളം ബുധൻ റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് നീചഭംഗമുണ്ടാകുന്നതും ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. മീനത്തിൽ ബുധനോടൊപ്പം സൂര്യൻ, രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും. ബുധൻ വിദ്യ, ബുദ്ധി, വിവേകം, കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ, നെർവസ് സിസ്റ്റം, സ്കിൻ, ടൂറിസം, അക്കൗണ്ട്സ്, ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബുധൻ്റെ റീട്രോഗ്രേഡായിട്ടുള്ള ഈ സഞ്ചാരമാറ്റം മിഥുനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ബുധൻ നിങ്ങളുടെ 1ഉം 4ഉം ഭാവങ്ങളുടെ അധിപനാണ്. റീട്രോഗ്രേഡ് ആകുന്നത് കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിലാണ്. ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിനായി നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ശ്രമിക്കണം. പൊതുരംഗത്ത് ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും. ഇമോഷണൽ ഫീലിങ്സ് കുറച്ച് കൺട്രോൾ ചെയ്യണം. തീരുമാനങ്ങൾ നന്നായി ആലോചിച്ച് വേണം എടുക്കുവാൻ. ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി ചെക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. മേലധികാരികളുമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. എങ്കിലും പണമിടപാടുകൾ നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ബിസിനസ്സിൽ നിക്ഷേപങ്ങളും മറ്റും കുടുംബത്ത് മുതിർന്നവരുമായി ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ അലസത കാണിക്കാൻ പാടില്ല. മിഥുനം രാശിക്കാർ നിങ്ങളുടെ സംസാരം, പെരുമാറ്റം എന്നിവയിൽ അനുകൂല മാറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ കരിയർ, ബിസിനസ് എന്നിവയിലെല്ലാം നല്ല പുരോഗതി കൈവരിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയമായിരിക്കും. പക്ഷേ ഇവിടെയും അലസത വെടിയേണ്ടി വരും. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകും. പേഴ്സണാലിറ്റിയിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയത്ത് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മരുന്നുകളും മറ്റും കഴിക്കുന്നതിൽ ഒട്ടുമേ അലസത കാണിക്കുവാൻ പാടില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് നല്ലതായിരിക്കും. മിഥുനം രാശിക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് നിങ്ങൾ ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് സാവകാശം ബുദ്ധിപൂർവം വേണം ചെയ്യുവാൻ. ഇതാണ് മീനം രാശിയിൽ ബുധൻ്റെ സഞ്ചാരമാറ്റം മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.